Okay, welcome back to the part B of model question paper soil mechanics. For part B, module 1, first question one specific gravity of a soil solids കണ്ടുപിടിക്കാനാണ്, and it is given specific gravity bottle test conducted using kerosene. The kerosene specific gravity 0.8 തന്നിട്ടുണ്ട്. empty bottle weight plus dry soil, weight of bottle plus soil plus kerosene, and weight of bottle completely filled with kerosene. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് വാട്ടർ ആയിരുന്നു, നമുക്ക് തന്നിരിക്കുന്ന കെറസിന് പകരം വാട്ടർ ആയിരുന്നെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് W2 മൈനസ് W1 ഡിവൈഡഡ് ബൈ W2 മൈനസ് W1 പ്ലസ് W4 മൈനസ് W3. ഇതല്ലാതെ വേറെ രീതിയിൽ ഇക്വേഷൻ എഴുതാറുണ്ട്. W4 മൈനസ് W1 മൈനസ് W3 മൈനസ് W2 എന്ന് എഴുതാറുണ്ട്. എനിവേ ഇതുതന്നെയാണ് സ്പെസിഫിക് ഗ്രാവിറ്റി കൊണ്ട് ഇക്വേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതെല്ലാം വാട്ടർ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ഇക്വേഷനാണ് ഈ ഒരു ഇക്വേഷൻ. ഓക്കെ, പക്ഷേ ഇവിടെ കെറസിൻ ആയതുകൊണ്ട് നമ്മളൊരു കറക്ഷൻ ഫാക്ടർ കൊടുക്കണം. കെറസിൻ്റെ കറക്ഷൻ, ഇപ്പോൾ കെറസിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ആയിട്ട് ഈ വാല്യൂവിനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ബാക്കി എല്ലാം സെയിം ആണ്. W1 എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് ദ സ്പെസിഫിക് ഗ്രാവിറ്റി ബോട്ടിലാണ്, ഇവിടെ തന്നിട്ടുള്ളത് 80 gram. വെയിറ്റ് ഓഫ് ബോട്ടിൽ പ്ലസ് ഡ്രൈ സോയിൽ 131 gram. W3 is 296 and W4 just completely filled kerosene filled bottle weight W4. So just substitute the values in this equation and multiply it with specific gravity of the kerosene. So the value is 2.72. അപ്പോൾ specific gravity of the soil solid is 2.72. Next question, a natural soil at a construction site has a void ratio at the end of the compaction, and in place void ratio was found to be 0.65. Initial void ratio 0.8 in place final void ratio after compaction 0.65 ആണ്. If the moisture content remains unchanged, determine the percentage decrease in the total volume due to the compaction, percentage increase in the field unit weight, percentage change in degree of saturation. But degree of saturation initially 60% ആണ് തന്നിട്ടുണ്ട്, specific gravity 2.68. First of all, we must understand that soil എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോയിൽ സോളിഡ്സും വാട്ടറും എയറും കൂടെ ചേർന്നതാണ്. സോയിൽ സോളിഡ്സിൻ്റെ വോളിയാണ് VS, വാട്ടർ ആൻഡ് എയറിന് ചേർന്നതാണ് വോളിയം ഓഫ് വോയിഡ്സ്. ഇതിനെല്ലാം കൂടെ ടോട്ടൽ വോളിയമാണ് V, റൈറ്റ്? ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് എല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്കറിയാം വോയിഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ VV/VS. ഈ VV/VS നമുക്ക് VVനെ എങ്ങനെ എഴുതാൻ പറ്റും? വോയിഡ് റേഷ്യോ ഇൻറ്റു VS എന്ന് എഴുതാം, റൈറ്റ്? അതേപോലെ ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞാൽ VV പ്ലസ് VS ആണ്. അപ്പോൾ ഞാൻ ഈ VVനെ E ഇൻറ്റു VS വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ടോട്ടൽ വോളിയം എന്തായി? V is equal to E ഇൻറ്റു VS പ്ലസ് VS. ദിസ് ഇസ് VS. E ഇൻറ്റു VS പ്ലസ് VS. Okay, now we can write total volume is equal to VS into 1 plus E. എഴുതിക്കൂടെ? അപ്പോൾ VS into 1 plus E ആണ് നമ്മുടെ ടോട്ടൽ വോളിയം. ഇനി നമുക്ക് ഓരോന്നും ചെയ്ത് നോക്കാം. പെർസെൻറ്റേജ് ഡിക്രീസ് ഇൻ ദ ടോട്ടൽ വോളിയം. ഇപ്പോൾ ഇനീഷ്യലി വോയിഡ് റേഷ്യോ 0.8, ഫൈനലി ഇറ്റ് വാസ് 0.65. അപ്പോൾ 1 plus 0.65 plus 1 plus 0.8 which is 1.65 by 1.8. അപ്പോൾ 0.9167 ആണ് നമ്മുടെ വോയിഡ് റേഷ്യോ ടോട്ടൽ വോളത്തിൽ വന്നിട്ടുള്ള ചേഞ്ച്. അപ്പോൾ ഇനീഷ്യലി അത് 100 ആയിരുന്നെങ്കിൽ ഇപ്പോൾ 0.9161 ഉള്ളൂ. അപ്പോൾ എത്രയാണ് ഡിക്രീസ്? 1 minus 0.9161 which is 8.33%. Okay, so the decrease in the total volume is 8.33%. or ഇതിനെ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, 1.8 minus 1.65 divided by 1.8. ഇങ്ങനെ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് സെയിം വാല്യൂ ആണ് കിട്ടുക, 8.33% or 0.0833. ഇനി പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ദ യൂണിറ്റ് വെയ്റ്റ്. ഇപ്പോൾ യൂണിറ്റ് വെയ്റ്റിൻ്റെ ബേസിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ G gamma W ഇൻറ്റു 1 പ്ലസ് W ബൈ 1 പ്ലസ് E ആണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ വാട്ടർ കണ്ടൻറ്റ് നമുക്ക് സെയിം ആണ്, വോയിഡ് റേഷ്യോയിൽ മാത്രമേ ചേഞ്ച് ഉള്ളൂ, യൂണിറ്റ് വെയ്റ്റ് ഓഫ് ദ വാട്ടറും സെയിം ആണ്. സോ വി ക്യാൻ റൈറ്റ് ഗാമ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1 പ്ലസ് E.
അപ്പോൾ എനിക്ക് ഗാമ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1+E1 ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ് ആൻഡ് ഗാമ 0 ഇസ് inversely proportional to 1+E0. So I can write gamma 1 by gamma 0 is 1+E0 by 1+E1, which is 1.8 by 1.65. It's coming around 1.099. അപ്പോൾ ഇൻക്രീസ് ഇൻ ദ യൂണിറ്റ് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത്രയാണുള്ളത്. ഇനീഷ്യൽ ഉണ്ടായിരുന്ന 1-ൽ നിന്ന് 0.0909 ഇൻക്രീസായി. So the increase is 1.0909 minus 1, which is 9.09% or 0.0901 ആണ് വരിക, 0.0909 which is 9.09%. Next coming the change in degree of saturation. അപ്പോൾ degree of saturation equation S into E is equal to WG ആണ്. So S is equal to WG by E. അപ്പോൾ W നമുക്കറിയാം, G അറിയാം, E ഇപ്പോഴത്തെ ഫൈനൽ E അറിയാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ള ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ കണ്ടുപിടിക്കുക, വിച്ച് ഇസ് 73.85. അപ്പോൾ ഇനീഷ്യലി ഇറ്റ് വാസ് 60. അപ്പോൾ എങ്ങനെയാണ് പെർസെൻറ്റേജ് ചേഞ്ച് അറിയാം? ഇപ്പോഴത്തത് മൈനസ് ഇനീഷ്യൽ ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ. So 73.85 minus 60 by 60 will give you percentage change. എപ്പോഴും percentage change ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ you have to write final value minus initial value divided by initial value. Okay. ഇപ്പോൾ ഫൈനൽ വാല്യൂ ഇനീഷ്യൽ വാല്യൂവിനേക്കാൾ കുറവാണെങ്കിൽ the value will be negative. നെഗറ്റീവ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? It is decrease in the പെർസെൻറ്റേജ് ഡിക്രീസ് ആണ്. അപ്പോൾ സോ ഫൈനൽ മൈനസ് ഇനീഷ്യൽ ബൈ ഇനീഷ്യൽ ആണ് നമ്മളെപ്പോഴും പെർസെൻറ്റേജ് ചേഞ്ച് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ. ഓക്കെ, സോ ഇൻ ദിസ് ക്വസ്റ്റ്യൻ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ഇസ് 23.1%. അപ്പോൾ ഇത്രയും ഇൻക്രീസ് ആണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ഇഫ് ഇറ്റ് വാസ് നെഗറ്റീവ് ഇറ്റ് വിൽ ബി ഇൻഡിക്കേറ്റിംഗ് ഇറ്റ് ഇസ് ഡിക്രീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുള്ള സ്പെസിഫിക് ഗ്രാവിറ്റിയിൽ ബൾക്ക് യൂണിറ്റ് വെയ്റ്റ്, സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയ്റ്റ്, ഡ്രൈ യൂണിറ്റ് വെയ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. അപ്പോൾ ബൾക്ക് യൂണിറ്റ് വെയ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ G+SE ഗാമ W by 1+E ചെയ്യാം. നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. സാച്ചുറേറ്റഡ് ആണെങ്കിൽ എസിൻ്റെ വാല്യൂ എന്താവും? 1 ആവും. സോ G+E ഇൻറ്റു ഗാമ W by 1+E ചെയ്യുക. ആൻഡ് ഡ്രൈ യൂണിറ്റ് വെയ്റ്റ് ആണെങ്കിൽ എസിൻ്റെ വാല്യൂ 0 ആവും. സോ ദ ഇക്വേഷൻ ബിക്കം G ഗാമ W by 1+E. അപ്പോൾ യു വിൽ ഗെറ്റ് ദ ആൻസർ. ആൻഡ് സബ്മേർജ്ഡ് യൂണിറ്റ് വെയ്റ്റും കൂടെ കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. സബ്മേർജ്ഡ് യൂണിറ്റ് വെയ്റ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? G-1 ഗാമ W by 1+E. ഞാൻ ചെയ്യാൻ വിട്ടുപോയതാണ്, നിങ്ങളത് ചെയ്ത് നോക്കൂ കേട്ടോ. G-1 ഗാമ W by 1+E. നെക്സ്റ്റ്, സോയിൽ ഹാസ് ബീൻ കോമ്പാക്റ്റഡ് in the embankment with density 2145 kilogram per meter cube and the water content is 12%. Value of the specific gravity, soil solids 2.65, dry density, void ratio, degree of saturation and air content. ഇതെല്ലാം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. And would it be possible to compact the above soil at a water content of 13.5% to a dry density of 2000 kilogram per meter cube. ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് ഡ്രൈ ബൾക്ക് ഡെൻസിറ്റി തന്നിട്ടില്ല കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ആദ്യം തന്നെ അതിന് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇപ്പോൾ കിലോഗ്രാമിനെ ന്യൂട്ടൺ ആക്കാൻ ഇൻറ്റു 9.81 ചെയ്താൽ മതി. ഇനി ന്യൂട്ടനെ കിലോ ന്യൂട്ടൺ ആക്കാൻ ഡിവൈഡഡ് ബൈ 1000. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കം 21.042 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. ഈ ഡ്രൈ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ബൾക്ക് ഡെൻസിറ്റി ബൈ 1+ വാട്ടർ കണ്ടൻ്റ് ആണ്. 1+0.12 ചെയ്യുമ്പോൾ ഡ്രൈ ഡെൻസിറ്റി കിട്ടും. ഇനി ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ G⍴W by ρD -1 ആണ്. ρWൻ്റെ വാല്യൂ നമുക്കറിയാം 9.81. ρD കണ്ടുപിടിച്ചു 18.787. സോ 1 ചെയ്യുമ്പോൾ യു ഗെറ്റ് 0.384. ഇനി സ്പെസിഫിക് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ആണ്. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ഈ ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ യു ഗെറ്റ് 82.8%. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ടു എയർ കണ്ടൻറ്റ്. ഇപ്പോൾ എയർ കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 - ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ആണ് എയർ കണ്ടൻറ്റ്. അപ്പോൾ 1 - S ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ എയർ കണ്ടൻറ്റ് വാല്യൂ. ഇപ്പോൾ ഇവിടെ നമുക്ക് 0.84828 ആണ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ കിട്ടിയിട്ടുള്ളത്. സോ 1 - 0.828 × 100 വിച്ച് ഇസ് 17.2% ആണ് എയർ കണ്ടൻറ്റ്.
ഇനി നെക്സ്റ്റ് അവർ ചോദിച്ചിട്ടുള്ളത് ചെക്ക് ദ പോസിബിലിറ്റി ഓഫ് അറ്റ് വാട്ടർ കണ്ടൻറ്റ് 13.5% ഡ്രൈ ഡെൻസിറ്റി 2000 kg/m3 പോസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വോയിഡ് റേഷ്യോ കണ്ടുപിടിക്കണം. വോയിഡ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GρW/ρD -1 ചെയ്താൽ വോയിഡ് റേഷ്യോ കിട്ടും. ഞാനിവിടെ 2000 kg/m3 തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അതുകൊണ്ട് kg/m3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ρWൻ്റെ വാല്യൂ എന്തായിട്ട് എടുക്കണം? kg/m3 എടുക്കണം. kg/m3 ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇസ് 1000. സോ G എന്ന് പറഞ്ഞാൽ specific gravity, density of water 1000, ρD is 2000 -1, which is coming around 0.325. നമുക്ക് ഈ 0.325 ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ വോയിഡ് റേഷ്യോ ആണ്. ഈ വോയിഡ് റേഷ്യോ വെച്ച് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എത്രത്തോളം പോസിബിൾ ആണെന്ന് നോക്കാം. അപ്പോൾ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ SWG/E വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 13.5 മീൻസ് 0.135 വെച്ചിട്ട് 2.65/0.325 ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 1.10. വാട്ട് ഡസ് ഇറ്റ് 1.10 ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ഇൻഡിക്കേറ്റ്? 110% സാച്ചുറേറ്റഡ് എന്ന് വെച്ചാൽ വോളിയം ഓഫ് വാട്ടർ ബൈ വോളിയം ഓഫ് സോയിൽ, വോളിയം ഓഫ് വോയിഡ് ആണ് നമ്മുടെ വോളിയം ഓഫ് വാട്ടർ ടു വോളിയം ഓഫ് വോയിഡ് ആണ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. വോളിയം ഓഫ് വാട്ടർ എത്ര കൂടിയാലും അതിനനുസരിച്ച് വോളിയം ഓഫ് വോയിഡ് എന്താവും? കൂടും അല്ലേ? ഒരിക്കലും ഇതിൻ്റെ വാല്യൂ വിൽ നെവർ ബി ഗ്രേറ്റർ ദാൻ 1 ബിക്കോസ് വോളിയം ഓഫ് വോയിഡ്സ് എന്ന് പറയുന്നത് വോളിയം ഓഫ് വാട്ടറും കൂടെ ചേർന്നതാണ് വോളിയം ഓഫ് വോയിഡ്സ്. അപ്പോൾ വോളിയം ഓഫ് വാട്ടറിൻ്റെ വാല്യൂ ഒരിക്കലും വോളിയം ഓഫ് വോയിഡ്സിൻ്റെ വാല്യൂവിനേക്കാൾ കൂടാത്തത് കൊണ്ട് തന്നെ ഇത് 100% എബോവ് വരുന്നത് ഇംപോസിബിളാണ്. ഓർ എസിൻ്റെ വാല്യൂ 1-നേക്കാളും വരുന്നത് ഇംപോസിബിളാണ്. ദെർഫോർ വി ക്യാൻ conclude that the water content at 13.5%, dry density 2000 kg/m3 is not possible. Okay, now we are moving to module 2. For module 2 first question sieve analysis it is given that 65% of soil particles are in between 4.75 and 75 micron. Coefficient of uniformity and curvature are given 6 and 2 respectively. The finer fraction has a liquid limit 40%, plastic limit 20%. Classify the soil according to IS 1498. IS 1498 നിങ്ങൾക്ക് എക്സാമിനേഷന് കൊണ്ടുപോകാനുള്ള പെർമിഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ IS 1498 യു ക്യാൻ ഗെറ്റ് ദ പ്ലാസ്റ്റിസിറ്റി ചാർട്ട്. ഇനി നമുക്ക് ലെറ്റ്സ് കം ടു ദ ക്വസ്റ്റ്യൻ. ഇവിടെ 65% പാർട്ടിക്കിൾസും ബിറ്റ്വീൻ 4.75 ആൻഡ് 75 മൈക്രോൺ ആണ്. അപ്പോൾ നമ്മുടെ വാല്യൂ ഇപ്പോൾ സൈസ് ഓഫ് ദ സോയിൽ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ 300 mm ആണെങ്കിൽ ഇത് ബോൾഡർ ആണ്, 80 to 300 ആണെങ്കിൽ കോബിൾ, 80 to 4.75 ആണെങ്കിൽ ഗ്രേവൽ, 4.75 to 0.075 വരെ സാൻഡ്. ഇതെല്ലാം കോസ് ഗ്രെയിൻ സോയിൽ എന്നാണ് ഇവരെ വിളിക്കുക. അതായത് 0.075 mm മേലെ സൈസുള്ള എല്ലാ സോയിലും കോസ് ഗ്രെയിൻ ആണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് 65%, അതായത് മോർ ദാൻ ഹാഫ് 65%ഉം 75 മൈക്രോണിൻ്റെയും 4.75ൻ്റെ ഇടയിലാണ്. അതായത് ഈ സോയിൽ എന്ത് സോയിലാണ്? ദ സോയിൽ ഇസ് സാൻഡ്. ഈ ഒരു ചാർട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ കോസ് ഗ്രെയിൻ ഫ്രാക്ഷൻ ആണ്, അതുകൊണ്ട് ഇതിൻ്റെ സോയിൽ എന്താണ്? കോസ് ഗ്രെയിൻ സോയിലാണ് ആൻഡ് ദേ ആർ സാൻഡ്. നൗ check the gradation CU, coefficient of uniformity coefficient. ഇപ്പോൾ CU CC എല്ലാം നമ്മൾ നോക്കുമ്പോൾ CU greater than 6ഉം CC in between 1 and 3 ആണെങ്കിൽ അത് വെൽ ഗ്രേഡഡ് സോയിലാണ്. വെൽ ഗ്രേഡഡ് മീൻസ് എല്ലാ സൈസ് ഓഫ് ദ സോയിൽ പാർട്ടിക്കിൾസും അതിൽ പ്രസൻ്റ് ആണെന്ന് അർത്ഥം. പക്ഷേ ഇവിടെ CU 6 ആണ്, പക്ഷേ CC 2 ആണ്. CU ഗ്രേറ്റർ ദാൻ 6 എന്നുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ട് CU ഗ്രേറ്റർ ദാൻ 6 അല്ലാത്തത് കൊണ്ട് നമുക്കിതിനെ ഒരിക്കലും വെൽ ഗ്രേഡഡ് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇതൊരു പുവർലി ഗ്രേഡഡ് സാൻഡാണ്. സാൻഡ് ആയത് കാരണം 65% ഈ ഒരു സൈസിൽ വരുന്നതുകൊണ്ട് ഇത് സാൻഡാണ്, വെൽ ഗ്രേഡഡ് അല്ല. അതുകൊണ്ട് ഇതെന്താണ്? ഇറ്റ് ഇസ് എ പുവർലി ഗ്രേഡഡ് സാൻഡ്. ഇനി ഫൈൻസ് നമുക്ക് തന്നിട്ടുണ്ട് 35% ഫൈൻസ്. അതിൽ ലിക്വിഡ് ലിമിറ്റ് 40, പ്ലാസ്റ്റിക് ലിമിറ്റ് 20. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് കണ്ടുപിടിക്കുക. ലിക്വിഡ് ലിമിറ്റ് മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ് 20%. നമ്മൾ പാർട്ടിയിൽ കണ്ട അതേ ക്വസ്റ്റ്യൻ ആണ്. എ ലൈൻ IP കണ്ടുപിടിക്കുക. എങ്ങനെ IP കണ്ടുപിടിക്കുന്നത്? 0.73 ഇൻറ്റു ലിക്വിഡ് ലിമിറ്റ് മൈനസ് 20. ഇപ്പോൾ 40 മൈനസ് 20 ചെയ്യുമ്പോൾ യു ഗെറ്റ് 14.6. അപ്പോൾ നമ്മുടെ
ലിക്വിഡ് ലിമിറ്റ് 40 ആണ്. എ ലൈൻ്റെ വാല്യൂ 14.6 ആണ്, പക്ഷെ നമ്മുടെ വാല്യൂ എന്താ 20 ആണ്. എ ലൈനേക്കാളും മേലെയാണുള്ളത്. അപ്പോൾ ഇത് എന്ത് സോയിലാണ്? ഇറ്റ് ഈസ് കമ്മിങ് ബിറ്റ്വീൻ 35 ലിക്വിഡ് ലിമിറ്റ് ആൻഡ് 50 ലിക്വിഡ്. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ആണ്. എ ലൈൻ്റെ എബോ ആയതുകൊണ്ട് ക്ലേ, CI ആണ്. ഇൻ്റർമീഡിയറ്റ് ക്ലേ, കംപ്രസിബിൾ ക്ലേ, ഇൻ്റർമീഡിയറ്റ് കംപ്രസിബിൾ ക്ലേ. The next question, a constant head permeability test was conducted. It took 3 hours to collect 100 ml of water at an outlet. When the head difference was maintained at 1 meter, same soil was then tested in falling head permeability test. Internal diameter small a 1 cm ആണ്. Determine the time required for the head in the standpipe to fall from 1.2 meter to 0.8 meter and also comment on the type of the soil. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കോൺസ്റ്റൻറ്റ് ഹെഡ് ടെസ്റ്റ് നോക്കാം. കോൺസ്റ്റൻറ്റ് ഹെഡ് ടെസ്റ്റിൽ QL/AHT ആണ് നമ്മുടെ ഇക്വേഷൻ. Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ചാർജ്. ഈ ഇക്വേഷൻ നമ്മൾ സ്മോൾ QL/AH എന്ന് എഴുതാറുണ്ട്. വേർ സ്മോൾ Q ഇസ് ഡിസ്ചാർജ് ബൈ ടൈം ആണ്. ഓക്കെ, ഈ രണ്ട് രീതിയിലും ഈ ഇക്വേഷൻ എഴുതാൻ പറ്റും. K is equal to small QL/AH or capital QL/AHT. Q എന്ന് പറഞ്ഞത് നമ്മുടെ ഡിസ്ചാർജ് ഇവിടെ തന്നിട്ടുള്ളത് 100 ml സോയിൽ വാട്ടറാണ്. 100 ml എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ml 10⁻⁻6 മീറ്റർ ക്യൂബാണ്. 100 ml എന്ന് പറയുമ്പോൾ 100 × 10⁻⁻6 വിച്ച് ഇസ് 10⁻⁻4 മീറ്റർ ക്യൂബ്. L തന്നിട്ടുണ്ട്, എല്ലാം നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. സോ L 0.127 meter, area is 7.85 into 10⁻³ meter square, and H head 1 meter ആണ്. Head difference was maintained as 1 meter. Time 3 hours. അപ്പോൾ 3 into 60 into 60, so 10,800 seconds. അപ്പോൾ ഇതെല്ലാം നമ്മൾ ജസ്റ്റ് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് Kൻ്റെ വാല്യൂ കിട്ടും, കോയിഫിഷ്യൻ്റ് ഓഫ് പെർമിയബിലിറ്റി. ഈ കോയിഫിഷ്യൻ്റ് ഓഫ് പെർമിയബിലിറ്റി വെച്ചിട്ട് വേണം നമ്മൾ ഫോളിംഗ് ഹെഡ് മെത്തേഡിൽ പോയിട്ട് നമ്മുടെ ടൈം കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, ഫോളിംഗ് ഹെഡ് മെത്തേഡിൻ്റെ ഇക്വേഷൻ എന്താ? K is equal to 2.303. A എന്ന് പറഞ്ഞാൽ സ്മോൾ a സ്റ്റാൻഡ് പൈപ്പിൻ്റെ ഏരിയയാണ്. AL/capital A into T log to the base 10 H1/H2. അപ്പോൾ ഇവിടെ H1/H2 തന്നിട്ടുണ്ട്, H1 തന്നിട്ടുണ്ട്, H2 തന്നിട്ടുണ്ട്. സോ H1/H2 കണ്ടുപിടിക്കുക. L തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ A ഓൾറെഡി ഒബ്റ്റെയിൻ, സ്മോൾ a is already given, and K നമ്മൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ചു. Just substitute all the values. So you will get the time as 3,431 seconds, which is coming around 57 minutes. അപ്പോൾ നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് പെർമിയബിലിറ്റി കണ്ടുപിടിച്ചു, പിന്നെ ടൈം ഫോർ ദ ഹെഡ് ഡ്രോപ്പ് ഇൻ ഫോളിംഗ് ഹെഡ് മെത്തേഡും കണ്ടുപിടിച്ചു. ഇനി ഇതെന്ത് ടൈപ്പ് ഓഫ് സോയിൽ? ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. കോഎഫിഷ്യൻ്റ് ഓഫ് പെർമിയബിലിറ്റി സെൻറ്റിമീറ്റർ പെർ സെക്കൻഡിൽ വെച്ചിട്ട് സോയിൽ ടൈപ്പ് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ സിൽറ്റിൻ്റെ ലോവർ എൻഡിലും 10⁻⁻7 മീറ്റർ പെർ സെക്കൻഡാണ്. ഇവിടെ തന്നിട്ടുള്ള ടേബിൾ സെൻറ്റിമീറ്റർ പെർ സെക്കൻഡാണ്. അപ്പോൾ ഇവിടെ ഒരു 10⁻⁻7 to 10⁻⁻5 മീറ്റർ പെർ സെക്കൻഡ് എന്നായിരിക്കും സിൽറ്റിൽ വരുന്നത്. ആൻഡ് 10⁻⁻9 to 10⁻⁻7 മീറ്റർ പെർ സെക്കൻഡാണ് ക്ലേയിൽ വരിക. അപ്പോൾ ഇവിടെ ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് സിൽറ്റിൻ്റെയും ക്ലേൻ്റെയും സെൻറ്ററിലുള്ളൊരു വാല്യൂ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ സിൽറ്റി ക്ലേ സോയിൽ എന്ന് പറയാം. സിൽറ്റ് ഓർ ക്ലേ സോയിൽ എന്ന് എഴുതാൻ പറ്റും. ഇറ്റ്സ് എ ഫൈൻ ഗ്രെയിൻ സോയിൽ. എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് sedimentation analysis using grain size, used for grain size analysis. ഇപ്പോൾ സോയിൽ പാർട്ടിക്കിൾസ് ലെസ് ദാൻ 75 മൈക്രോൺ സൈസിനെയാണ് നമ്മൾ ഫൈൻ ഗ്രെയിൻ സോയിൽ എന്ന് പറയുക. ഈ ഫൈൻ ഗ്രെയിൻ സോയിലിൻ്റെ ഗ്രഡേഷൻ ചെയ്യുന്നത് സ്റ്റോക്സ് ലോ വെച്ചിട്ടാണ്. സ്റ്റോക്സ് ലോ states that settling velocity of particle is proportional to its square of its diameter under laminar flow condition. ഇപ്പോൾ ഒരു പാർട്ടിക്കിൾസ്, അതായത് വളരെ ഫൈനായിട്ടുള്ള സോയിൽ സെറ്റിൽ ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറഞ്ഞത് അതിൻ്റെ ഡയമീറ്ററിൻ്റെ സ്ക്വയറിന് പ്രപ്പോർഷണൽ ആണ് എന്നുള്ളതാണ് സ്റ്റോക്സ് ലോ. അപ്പോൾ നല്ല ഡയമീറ്റർ, നല്ല സൈസുള്ള സോയിൽ പെട്ടെന്ന് സെറ്റിലാവും, സൈസ് കുറഞ്ഞ സോയിൽ സെറ്റിലാവാൻ ടൈം എടുക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ വെലോസിറ്റിയാണ്
ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ഇക്വേഷൻ. സോ വെൻ എ സോയിൽ സാമ്പിൾ ഈസ് ഡിസ്പേഴ്സ്ഡ് ഇൻ വാട്ടർ, ലാർജർ പാർട്ടിക്കിൾ സെറ്റിൽ ഫാസ്റ്റർ വൈൽ ഫൈനർ പാർട്ടിക്കിൾ റിമെയിൻ ഇൻ സസ്പെൻഷൻ ഫോർ എ ലോങ്ങർ ടൈം. By measuring the concentration of particle remaining in the suspension at a given depth of the time, the corresponding particle size distribution can be obtained. ഇത് നമ്മൾ ചെയ്യുന്ന രണ്ട് മെത്തേഡ് വെച്ചിട്ടാണ്. ഒന്ന് ഹൈഡ്രോമീറ്റർ മെത്തേഡും അനദർ വൺ ഇസ് പിപ്പറ്റ് മെത്തേഡും. അപ്പോൾ ഇതിൽ അസ്യൂം ചെയ്യുന്നത് പാർട്ടിക്കിൾസ് ഒക്കെ സ്ഫെറിക്കൽസ് ആണ് അതിൻ്റെ ഷേപ്പ് എന്നാണ്. പാർട്ടിക്കിൾസ് ആർ ഓൾ ഇൻ സ്ഫെറിക്കൽ ഇൻ ഷേപ്പ് ആൻഡ് ദ ഫ്ലോ ഈസ് ലാമിനാർ. ലാമിനാർ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി പോകുന്ന ഫ്ലോ ആണ്. ആൻഡ് പാർട്ടിക്കിൾസ് സെറ്റിൽസ് ഇൻഡിപെൻഡൻ്റ്ലി വിത്തൗട്ട് ഇൻ്റർഫിയറൻസ്. വേറെ ഒരാളുകളൊന്നും അവർ ടച്ച് ചെയ്യാതെ അവരെല്ലാം ഇൻഡിപെൻഡൻ്റ്ലി ആണ് സെറ്റിൽ ചെയ്യുന്നതെന്നാണ് അസ്യൂമുണ്ട്. ആൻഡ് സോയിൽ ഈസ് ഫുള്ളി ഡിസ്പേഴ്സ്ഡ്, വിച്ച് ഇസ് ഫുള്ളി ഡിസ്പേഴ്സ്ഡ്. ഒരു ഫ്ലക്കുലേഷൻ ഒന്നുമില്ല. അടുത്തടുത്തുള്ള കുഞ്ഞു കുഞ്ഞു പാർട്ടിക്കിൾസ് ഒരുമിച്ച് ചേർന്ന ഒരു ബണ്ടിൽ ഓഫ് പാർട്ടിക്കിളായി മാറുന്ന പ്രോസസ്സാണ് ഫ്ലക്കുലേഷൻ. അപ്പോൾ ഈ ഫ്ലക്കുലേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചെറിയ പാർട്ടിക്കിൾസ് എല്ലാം അടുത്ത് അവരുടെ ചാർജ് കാരണം ഒരുമിച്ച് ചേർന്ന ഒരു വലിയ ബണ്ടിലാവും. ആ ബണ്ടിൽ പെട്ടെന്ന് സെറ്റിലാവും. അപ്പോൾ ഈ ഫ്ലക്കുലേഷൻ ഇതിലില്ല എന്നുള്ളതാണ് സ്റ്റോക്സ് ലോ അസ്യൂം ചെയ്യുന്നത് കേട്ടോ. സോ ദ പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സോയിലിനെ ഒരു ഡിസ്പേഴ്സിങ് ഏജൻറ്റ് എന്ന് പറയുമ്പോൾ ഈ ഫ്ലക്കുലേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏജൻറ്റാണ്. അതുമായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ സെറ്റിൽ ചെയ്യാൻ അലോ ചെയ്യും. സെറ്റിൽമെൻറ്റ് ഓരോ ടൈമിലുള്ള ഹൈഡ്രോമീറ്റർ റീഡിംഗ് എടുത്തിട്ട് ആ റീഡിംഗ് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷന് കണ്ടുപിടിക്കുക. അപ്പോൾ അതിനൊരു ഇക്വേഷനൊക്കെ ഉണ്ട്. ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് വരയ്ക്കും, ഗ്രെയിൻ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് വരയ്ക്കും. കർവ് വരച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് എത്ര പെർസെൻറ്റേജ് ക്ലേ, എത്ര പെർസെൻറ്റേജ് സിൽട്ട്, എത്ര പെർസെൻറ്റ് സാൻഡ് എന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് മെയിൻലി ചെയ്യുക 75 മൈക്രോൺ ബിലോ, അതായത് സിൽട്ട് ആൻഡ് ക്ലേയിലാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യാറുള്ളത്. This is used for classification of fine grained soil and understand the permeability and consolidation behavior of the fine grained soil. ഇനി അടുത്ത് നമ്മുടെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പെർമിയബിലിറ്റി. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഇപ്പോൾ പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ സോയിലിലൂടെ വാട്ടർ പെർമിറ്റ് ചെയ്യാവുന്ന അതിൻ്റെ എബിലിറ്റിയാണ് പെർമിയബിലിറ്റി ഓഫ് എ സോയിൽ. അതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒന്ന് പാർട്ടിക്കിൾ സൈസ് തന്നെയാണ്. അപ്പോൾ ലാർജർ സോയിൽ പാർട്ടിക്കിൾസ് ആണെങ്കിൽ കുറേ പോർ സ്പേസ് ഉണ്ടാവും, വോയിഡ്സ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ അലോ ദ വാട്ടർ ടു ഫ്ലോ ഈസിലി. അതുകൊണ്ട് പാർട്ടിക്കിൾ സൈസ് കൂടുമ്പോൾ പെർമിയബിലിറ്റി വിൽ ബി ഹയർ. സോയിൽ സർഫസ് ഏരിയ. ഇപ്പോൾ സോയിലിന് നല്ല സർഫസ് ഏരിയ ഉണ്ടെങ്കിൽ അതിന് ഈ റെസിസ്റ്റൻസ് ടു ഫ്ലോ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ സർഫസ് ഏരിയ കൂടിക്കഴിഞ്ഞാൽ, സർഫസ് ഏരിയ കൂടുന്നത് സ്മോളർ പാർട്ടിക്കിൾസിലാണ്. അപ്പോൾ സ്മോളർ പാർട്ടിക്കിൾ ആകും തോറും അതിൻ്റെ പെർമിയബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. ഷേപ്പ് ഓഫ് ദ പാർട്ടിക്കിൾ. ഇപ്പോൾ റൗണ്ടഡ് പാർട്ടിക്കിൾസ് ആണെങ്കിൽ അതിന് കൂടുതൽ വോയിഡ്സ് ഉണ്ടാവും. ആംഗുലാർ ആണെങ്കിൽ ഇൻ്റർലോക്ക് ചെയ്തിട്ട് പോർ സ്പേസ് കുറവായിരിക്കും. അപ്പോൾ അങ്ങനത്തെ പാർട്ടിക്കിൾസിൽ പെർമിയബിലിറ്റി കുറവായിരിക്കും. റൗണ്ടഡ് പാർട്ടിക്കിൾസിൽ പെർമിയബിലിറ്റി കൂടുതലായിരിക്കും. ഇനി വോയിഡ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ വോയിഡ് റേഷ്യോ ആണെങ്കിൽ അതിൽ വോയിഡ്സിൻ്റെ സ്പേസ് കൂടുതലാണ്. വോയിഡ്സിൻ്റെ വോളിയം കൂടുതലാണല്ലോ ഹയർ വോയിഡ് റേഷ്യോ. അപ്പോൾ particle permeability of the soil particle will be higher. Degree of saturation. ഇപ്പോൾ സാച്ചുറേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിലൂടെയുള്ള വോയിഡ്സ് കുറഞ്ഞുകൊണ്ടിരിക്കുക. അതായത് എയർ കൂടെ കുറഞ്ഞ് വാട്ടർ കൂടി വരുന്ന പ്രോസസ്സാണ് സാച്ചുറേഷൻ. അപ്പോൾ സാച്ചുറേറ്റഡ് സോയിലാണെങ്കിൽ അതിൽ പിന്നീട് അങ്ങ് വാട്ടറിൻ്റെ ഫ്ലോ പെർമിയബിലിറ്റി കുറവായിരിക്കും. ഫുള്ളി സാച്ചുറേറ്റഡ് സോയിൽ അല്ലോ കണ്ടിന്യൂസ് വാട്ടർ ഫ്ലോ ത്രൂ ഇറ്റ്സ് വോയിഡ്സ്. പാർഷ്യലി സാച്ചുറേറ്റഡ് ആണെങ്കിൽ അതിൽ എയർ ഉണ്ടാവും, ഡിസ്റപ്ഷൻ ഓഫ് ദ ഫ്ലോ ഉണ്ടാവും, അതിൻ്റെ പെർമിയബിലിറ്റി റെഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. വിസ്കോസിറ്റി. ഹയർ വിസ്കോസിറ്റി ആണെങ്കിൽ ഫ്ലൂയിഡ് ഇൻക്രീസസ് ദ റെസിസ്റ്റൻസ് ടു ഫ്ലോ വിച്ച് ഡിക്രീസസ് ദ പെർമിയബിലിറ്റി. ടെമ്പറേച്ചർ നേരെ ഓപ്പോസിറ്റാണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി കുറയും, വിസ്കോസിറ്റി കുറയുമ്പോൾ പെർമിയബിലിറ്റി കൂടും. ഇംപ്യൂരിറ്റീസ് ഇൻ വാട്ടർ. അപ്പോൾ ഇംപ്യൂരിറ്റീസ് കൂടിക്കഴിഞ്ഞാൽ എന്താവും? നമ്മുടെ വാട്ടറിന് ഫ്ലോ ചെയ്യാനുള്ള കപ്പാസിറ്റി കുറവാകും. അതുകൊണ്ട് പെർമിയബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. പ്രസൻസ് ഓഫ് എൻട്രാപ്ഡ് എയർ. എൻട്രാപ്ഡ് എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വോയിഡ്സിൻ്റെ ഇടയിൽ എയർ ലോക്കായി കിടക്കുന്നുണ്ട്, എസ്കേപ്പ് ചെയ്യാൻ പറ്റാതെ. എയറിന് വോളിയം ഉണ്ട് അല്ലേ? വോളിയം ഉള്ളത് കൊണ്ട് തന്നെ വാട്ടർ വരുമ്പോൾ ആ എയറിൻ്റെ ആ ഒരു എൻട്രാപ്ഡ് എയറിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ വാട്ടറിന് അതിലൂടെ ഫ്ലോ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഈ എയർ മൂവ് ചെയ്യാതെ വാട്ടറിന് അവിടുന്ന് മൂവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അത് പെർമിയബിലിറ്റി സിഗ്നിഫിക്കൻ്റ്ലി റെഡ്യൂസ് ചെയ്യും. ഇത് മെയിനായിട്ട് ഫൈൻ ഗ്രെയിൻ സോയിലാണ് കാണപ്പെടാറ്.
The next question, a stratified soil deposit consists of 3 layers with thickness 1.5, 2 and 3 meter respectively. Coefficient of permeabilities are given. Determine the average coefficient of permeability. അപ്പോൾ ഇത് പെർപെൻഡിക്കുലർ ഫ്ലോ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പെർപെൻഡിക്കുലർ ഫ്ലോൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H1+H2+H3/H1/K1+H2/K2+H3/K3 ആൻഡ് സോ ഓൺ. അപ്പോൾ ഇതാണ് നമ്മൾ പെർപെൻഡിക്കുലറിൻ്റെ ഫിഗർ വരയ്ക്കേണ്ടത്. അപ്പോൾ ഇതിൽ ജസ്റ്റ് എച്ചും കെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആകെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, കെൻ്റെയും എച്ചിൻ്റെയും വാല്യൂവിൽ യൂണിറ്റ് സെയിം ആയിരിക്കണം. മീറ്റർ ആണെങ്കിൽ എല്ലാം മീറ്ററിൽ, സെൻറ്റിമീറ്റർ ആണെങ്കിൽ എല്ലാം സെൻറ്റിമീറ്ററിൽ കീപ്പ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ, യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 1.22 × 10⁻⁵. ഇനി ഇത് പാരലൽ ഫ്ലോ ആണെങ്കിലോ, ഇഫ് ഇറ്റ് വാസ് എ പാരലൽ ഫ്ലോ, ദ ഇക്വേഷൻ നേരെ ചേഞ്ച് ആവും. K1H1 + K2H2 + K3H3 / H1+H2+H3 ആയി മാറും. അപ്പോൾ ഇതാണ് പാരലൽ ഫ്ലോ ആണെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക എത്ര ആൻസർ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം. ഇനി പാർട്ട് ബി, മൊഡ്യൂൾ 3. മൊഡ്യൂൾ 3 നമ്മുടെ സോയിൽ പ്രൊഫൈലിൻ്റെ സ്റ്റഡിയാണ്. ടോട്ടൽ സ്ട്രെസ്, ന്യൂട്രൽ സ്ട്രെസ് ആൻഡ് പോർ വാട്ടർ പ്രഷർ. അപ്പോൾ ഇത് ടോട്ടൽ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോയിൽ പാർട്ടിക്കിൾസിലെ സോയിലും വാട്ടറും കൂടെ ചേർന്നെടുക്കുന്ന സ്ട്രെസ്സാണ് ടോട്ടൽ സ്ട്രെസ്. ന്യൂട്രൽ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർ വാട്ടറിൽ, അതായത് വോയിഡ്സിലുള്ള വാട്ടർ മാത്രം എടുക്കുന്ന സ്ട്രെസ്സാണ് ന്യൂട്രൽ സ്ട്രെസ്. എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോയിൽ പാർട്ടിക്കിൾ, വാട്ടർ ഇല്ലാതെ വെറും സോയിൽ പാർട്ടിക്കിൾസ് മാത്രം എടുക്കുന്ന സ്ട്രെസ്സാണ് എഫക്റ്റീവ് സ്ട്രെസ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ എ ടോപ്പ് ലെയർ ഓഫ് സാൻഡ് 2 മീറ്റർ തിക്ക്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനെ തരുള്ളൂ, ഫിഗർ ഞാൻ വരച്ചതാണ്, നിങ്ങൾ വരച്ച് നോക്കുക, തനിയെ വരച്ചിട്ട് ചെക്ക് ചെയ്യുക നിങ്ങളെ ഫിഗർ ശരിയാണോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ടോപ്പ് ലെയർ 2 മീറ്റർ തിക്ക്. അപ്പോൾ 2 മീറ്റർ തിക്കിൽ ഒരു ലെയർ വരയ്ക്കുക. ബൾക്ക് യൂണിറ്റ് വെയ്റ്റ് 15 kN/m³ ആൻഡ് സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയ്റ്റ്. ഇപ്പോൾ ബൾക്ക് യൂണിറ്റ് വെയ്റ്റും സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയ്റ്റും തന്നിട്ടുണ്ട്. ഇൻ്റർമീഡിയറ്റ് ലെയർ ഓഫ് എ ഡെൻസ് സാൻഡ്, 2 മീറ്റർ കഴിഞ്ഞിട്ട് ഒരു ഇൻ്റർമീഡിയറ്റ് ലെയർ ഉണ്ട്, അതായത് നടുവിലെ ലെയർ 3 മീറ്റർ തിക്കാണ്. സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയ്റ്റ് 18 ആണ്. ബോട്ടം സാൻഡ് 4 മീറ്റർ തിക്ക്, അതിന് താഴെ 4 മീറ്റർ തിക്കിലൊരു സാൻഡ് ഉണ്ട്. സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയ്റ്റ് 20. വാട്ടർ ടേബിൾ ഇസ് ലൊക്കേറ്റഡ് അറ്റ് 2 മീറ്റർ ബിലോ ദ ഗ്രൗണ്ട് ലെവൽ. അപ്പോൾ ഗ്രൗണ്ട് ലെവലിന് 2 മീറ്റർ ബിലോ നമ്മളൊരു വാട്ടർ ടേബിൾ, അതായത് ഫസ്റ്റ് ലെയർ കഴിഞ്ഞ ഉടനെ വാട്ടർ ടേബിൾ അങ്ങ് വരയ്ക്കാം. ഡ്യൂ ടു കാപ്പിലറി ആക്ഷൻ എന്ന് വെച്ചാൽ വാട്ടർ ടേബിളിൻ്റെ മേലെ സാധാരണ വെള്ളം ഉണ്ടാകാറില്ല, പക്ഷേ കാപ്പിലറി ആക്ഷൻ കാരണം ഈ വെള്ളം മേലേക്ക് ഇങ്ങനെ കയറി വരുന്ന പ്രോസസ്സാണ് കാപ്പിലറി ആക്ഷൻ. അപ്പോൾ ഈ കാപ്പിലറി ആക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാലുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ വാട്ടർ ടേബിളിൻ്റെ മേലെയുള്ള സോയിലും സാച്ചുറേറ്റഡ് ആകും. അപ്പോൾ അവർ പറയാറുണ്ട് എത്ര വരെ, capillary action, the saturated zone above the water table extends 1 meter above. അപ്പോൾ 1 meter above the water table saturated ആയിട്ടുണ്ട്. അതിനാണ് അവർ ഫസ്റ്റത്തെ ലെയറിന് സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് തന്നത്. സർചാർജ് ലോഡ്, ഇതിന് മേലൊരു ലോഡ് കൂടെ ഉണ്ട് 20 kN/m². അപ്പോൾ അതും കൂടെ ഗ്രൗണ്ടിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. വി ഹാവ് ടു ഫൈൻഡ് ടോട്ടൽ സ്ട്രെസ്, ന്യൂട്രൽ സ്ട്രെസ് ആൻഡ് എഫക്റ്റീവ് സ്ട്രെസ്. പിന്നെ അതിൻ്റെ പ്ലോട്ട് ചെയ്യണം, വേരിയേഷൻ ഓഫ് ദ ടോട്ടൽ ന്യൂട്രൽ ആൻഡ് എഫക്റ്റീവ് സ്ട്രെസ് വിത്ത് റെസ്പെക്ട് ടു ദ ഡെപ്ത്ത്. സോയിൽ പ്രൊഫൈൽ ഒന്ന് പ്ലോട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഈ ഫിഗർ അങ്ങ് വരച്ചിടണം. ക്വസ്റ്റ്യൻ വായിച്ച് ഫിഗർ വരയ്ക്കുക. ഫിഗർ വരച്ച് കഴിഞ്ഞാൽ ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു നെയിം ദ ഈച്ച് ലെയേഴ്സ്. ഞാൻ ABCDE എന്നുള്ള 5 ലെയറിന് നെയിം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കാൽക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ടോട്ടൽ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ലെയർ എടുക്കുക. എ ലെയറിന് മേലെ വെയിറ്റ് ഉണ്ടോ നോക്കുക. വെയിറ്റ് ഉണ്ട് അല്ലേ. ഇവിടെ സർചാർജ് ലോഡ് 20 kN/m² ഉള്ളത് കാരണം എയിലെ ടോട്ടൽ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ആണ്. ഇനി BB ലെയർ എടുത്തു കഴിഞ്ഞാൽ BBൻ്റെ മേലെ ഒരു ലെയർ ഉണ്ട്, AB വരെയുള്ള 1 മീറ്റർ തിക്നെസ്സിലുള്ള ലെയർ. അവിടെ പക്ഷേ കാപ്പിലറി ഇല്ല, വാട്ടർ ടേബിൾ ഇല്ല. അതുകൊണ്ട് അതിൻ്റെ മേലെയുള്ള സർചാർജ് ലോഡും അതിൻ്റെ തിക്നെസ് 1 മീറ്റർ ഇൻറ്റു യൂണിറ്റ് ബൾക്ക് യൂണിറ്റ് വെയ്റ്റ് 15 കൂടെ തിക്നെസ് ഇൻറ്റു യൂണിറ്റ് വെയ്റ്റ് ആണ് ടോട്ടൽ സ്ട്രെസ്. ഓക്കെ, അപ്പോൾ 20 സർചാർജ് ലോഡ് പ്ലസ് തിക്നെസ് 1 മീറ്റർ ഇൻറ്റു 15 35 ആണ് ഇവിടുത്തെ ടോട്ടൽ സ്ട്രെസ്, 35 kN/m². എല്ലാത്തിലും kN/m² ആണ് യൂണിറ്റ്. ഞാൻ എഴുതാൻ വിട്ടുപോയതാണ്, നിങ്ങൾ എഴുതാൻ മറക്കരുത്. ടോട്ടൽ സ്ട്രെസ്സിന് നമ്മൾ സിഗ്മ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യും, ന്യൂട്രൽ സ്ട്രെസ്സിന് U എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യും, എഫക്റ്റീവ് സ്ട്രെസ്സിന് സിഗ്മ ബാർ എന്നും ഇൻഡിക്കേറ്റ് ചെയ്യും. ഓക്കെ, ഇനി നമ്മുടെ ന്യൂട്രൽ സ്ട്രെസ്. ന്യൂട്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വാട്ടർ ടേബിളിൻ്റെ വാട്ടറിൻ്റെ സ്ട്രെസ്സാണ്. BB എന്നുള്ള ലെയറിൻ്റെ മേലെ വാട്ടർ ഇല്ല അല്ലേ, താഴെയാണുള്ളത്. BB എന്നുള്ള
എ എന്നുള്ള ലെയറിൻ്റെ മേലെ വാട്ടർ ഇല്ലാത്തതുകൊണ്ട് 0 ആയിരുന്നു. എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ സ്ട്രെസ് മൈനസ് ന്യൂട്രൽ സ്ട്രെസ്. ടോട്ടൽ സ്ട്രെസ് മൈനസ് ന്യൂട്രൽ സ്ട്രെസ്സിനെയാണ് എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറയുക. അതുകൊണ്ട് നമുക്ക് എഫക്റ്റീവ് സ്ട്രെസ് പ്രത്യേകിച്ച് കാണേണ്ട കാര്യമില്ല. ടോട്ടൽ സ്ട്രെസ് ന്യൂട്രൽ സ്ട്രെസ്സും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എഫക്റ്റീവ് സ്ട്രെസ്. അപ്പോൾ ബി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 + 1 × 15 35 ആണ്. പക്ഷെ ബി ബിയുടെ മേലെ വാട്ടർ ഒന്നുമില്ല. പക്ഷെ താഴെ ക്യാപ്പില്ലറി ആക്ഷൻ കാരണം വെള്ളം താഴ്ന്ന് മേലോട്ട് പ്രഷർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വാട്ടർ ടേബിൾ മുതൽ ക്യാപ്പില്ലറി അവസാനിക്കുന്ന ലെയറാണ് ബി ബി. അതുവരെയുള്ള തിക്നെസ് എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ 1 × 9.81 ആണ് ഇവിടുത്തെ ന്യൂട്രൽ സ്ട്രെസ്. ഇതെന്താണ്? നെഗറ്റീവാണ്, മേലോട്ടാണ്. അതുകൊണ്ട് വാല്യൂ നെഗറ്റീവാണ്. ഇനി നമ്മുടെ എഫക്റ്റീവ് സ്ട്രെസ് എന്താണ്? ടോട്ടൽ സ്ട്രെസ് മൈനസ് ന്യൂട്രൽ സ്ട്രെസ്. 35 - -9.81 വിച്ച് ഇസ് 35 + 9.81. അപ്പോൾ 44.81 ആയി മാറും. ഓക്കെ, അങ്ങനെയാണ് 44.81 നമുക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ 35 - +9.81 ചെയ്തിട്ടാണ് 44.81 നമുക്ക് വന്നത്. ഇനി സി സി എന്നുള്ള ലെയർ നോക്കുക. അത് വാട്ടർ ടേബിളാണ്. വാട്ടർ ടേബിൾ ആണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഓടിപ്പോയി എഴുതി വെക്കണം, ന്യൂട്രൽ സ്ട്രെസ് 0 എന്ന് എഴുതി വെക്കണം. വാട്ടർ ടേബിളിൻ്റെ മേലെ ഒരു വാട്ടറും പ്രഷർ കൊടുക്കത്തില്ല. വാട്ടർ ടേബിൾ ആ ലെയറിൽ ന്യൂട്രൽ സ്ട്രെസ് എപ്പോഴും 0 ആണ്. ഓക്കെ, ഇനി ഇവിടുത്തെ ടോട്ടൽ സ്ട്രെസ് എന്താ? 20 ഇവിടെയുണ്ട്, 15 × 1 ഇവിടെയുണ്ട്, 17 × 1 ഇവിടെയുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ആഡ് ചെയ്യാം. 52. എഫക്റ്റീവ് സ്ട്രെസ് 52 - 0 52. ഇനി ഡി ഡി എന്ന് പറയുമ്പോൾ നമുക്ക് 20, 15 × 1, 17 × 1, പിന്നെ ഇവിടെ ആരാ? 18 × 3. ഇത്രയും ആൾക്കാരുടെ ടോട്ടൽ സ്ട്രെസ് ഉണ്ട്. ന്യൂട്രൽ സ്ട്രെസ് ഉണ്ടോ? ഉണ്ട് അല്ലേ? ബിക്കോസ് സി സിയിലാണ് വാട്ടർ ടേബിൾ ഉള്ളത്. ഡി ഡിൻ്റെ മേലെ 3 മീറ്റർ എബോവ് വാട്ടർ നിൽക്കുവാണ്. അപ്പോൾ 3 × 9.81 ആണ് അവിടുത്തെ വാട്ടർ സ്ട്രെസ്. ന്യൂട്രൽ സ്ട്രെസ് 29.43. 106 - 29.43 ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് എഫക്റ്റീവ് സ്ട്രെസ്. നെക്സ്റ്റ് ഇ 20 + 15 × 1 + 17 × 1 + 3 × 18 + 4 × 20. ന്യൂട്രൽ സ്ട്രെസ്സോ? വാട്ടർ ടേബിൾ ഇൻ്റെ മേലെ എത്ര ഹൈറ്റിലുണ്ട്? 4 + 3 7 മീറ്റർ ഹൈറ്റിലുണ്ട്. സോ 7 × 9.81. അപ്പോൾ ടോട്ടൽ സ്ട്രെസ് മൈനസ് ന്യൂട്രൽ സ്ട്രെസ് വിൽ ഗീവ് യു എഫക്റ്റീവ് സ്ട്രെസ്. ഇനി ഈ വാല്യൂസ് എല്ലാം വെച്ചിട്ട് നമ്മുടെ സോയിലിൻ്റെ പ്ലോട്ട് വരയ്ക്കുക. സ്ട്രെസ് ഡയഗ്രാം അങ്ങ് വരച്ചിടുക. ടോട്ടൽ സ്ട്രെസ് 20, 35, 52, 106, 186 നേരെ വരയ്ക്കാം. ന്യൂട്രൽ സ്ട്രെസ്സിൻ്റെ കാര്യത്തിൽ ആദ്യത്തെ 0 ആയിരുന്നു, പിന്നത്തെ നെഗറ്റീവാണ്. അപ്പോൾ ഈ വെർട്ടിക്കൽ ലൈൻ വരച്ച് നെഗറ്റീവിനെ ബാക്കിലോട്ട് വേണം വരയ്ക്കാൻ. സി സി എന്നുള്ള സ്ഥലത്ത് 0 ആണ്, പിന്നെ 29, പിന്നെ 68. അപ്പോൾ ഇതിങ്ങനെ വേണം വരയ്ക്കാൻ. ഇവിടെ നമുക്കിവിടെ ഒരു നെഗറ്റീവ് സിമ്പിൾ ഇട്ട് കൊടുക്കാം, ഇവിടെ ഒരു പോസിറ്റീവ് സിമ്പിളും ഇട്ട് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് എഫക്റ്റീവ് സ്ട്രെസ് ജസ്റ്റ് ആ വാല്യൂസ് എല്ലാം പോസിറ്റീവാണ്. സോ ജസ്റ്റ് എല്ലാ വാല്യൂസ് ഇടുക, ഈ ഡയഗ്രാം അങ്ങ് വരച്ചിടുക. ഇത്രയേ ഉള്ളൂ. ടോട്ടൽ സ്ട്രെസ്, ന്യൂട്രൽ സ്ട്രെസ് ആൻഡ് എഫക്റ്റീവ് സ്ട്രെസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്നുള്ളത് 2 പോയിൻ്റ് ലോഡ്സ് ആണ്. ഇത് ബോസിക്നെസ് ഇക്വേഷൻ വെച്ച് ചെയ്യേണ്ട കാര്യമാണ്. ബോസിക്നെസ് ഇക്വേഷൻ ഓഫ് എ പോയിൻ്റ് ലോഡ്. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ 2 പോയിൻ്റ് ലോഡ് തന്നിട്ടുണ്ട്. രണ്ടും 5 kN ഈച്ച്, 10 മീറ്റർ അപ്പാർട്ട്. ആൻഡ് വി ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട് increase in the vertical stress at a point 4 meter below the midpoint of the 2 load. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഫിഗർ വരച്ചിടണം. ഇവിടുത്തെ ലോഡാണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ 2 ലോഡ് ഇരിക്കുക, പോയിൻ്റ് ലോഡ് 5 kN, 10 മീറ്റർ അപ്പാർട്ട്. ഇതിൻ്റെ സെൻറ്ററിൽ മിഡ് പോയിൻറ്റിൻ്റെ താഴെ 4 മീറ്റർ താഴെ ഉള്ള വേർട്ടിക്കൽ സ്ട്രെസ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് ആദ്യം ഒരാളുടേത് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ ഒരാൾ കാരണം ഉണ്ടാകുന്ന വെർട്ടിക്കൽ സ്ട്രെസ് എത്രയാണ് നോക്കുക, ഇയാൾ കാരണം ഉണ്ടാകുന്ന വെർട്ടിക്കൽ സ്ട്രെസ്, രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് വെർട്ടിക്കൽ സ്ട്രെസ് കിട്ടും. അല്ലെങ്കിൽ ഒരെണ്ണം കണ്ടുപിടിച്ചിട്ട് × 2 ചെയ്താലും മതി. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ആദ്യം അപ്ലൈ ചെയ്യാം. σz 3q/3p/2πz² എന്നും പറയാറുണ്ട്. പി ജസ്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലോഡ്. ഓക്കെ, ഇവിടെ ഇക്വേഷൻ 3q/2πz² × 1/1 + r/z² ഹോൾ റേസ് ടു 5/2. ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡിൽ നിന്നും നമ്മുടെ പോയിൻ്റ് എവിടുത്തെ വെർട്ടിക്കൽ സ്ട്രെസ് ആണോ കാണേണ്ടത് അങ്ങോട്ടുള്ള റേഡിയൽ ഡിസ്റ്റൻസ്. സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ട് സർഫസിന് ഡെപ്ത് ഓഫ് ദ പോയിൻ്റ് അറ്റ് വിച്ച് വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ വെർട്ടിക്കൽ സ്ട്രെസ്. ഇവിടെ 4 മീറ്റർ ആണ് സെഡ്.
ആറും സെഡും നമ്മൾ എടുത്തെഴുതുക. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ്. ക്യൂ എന്താണ്? 5 കിലോ ന്യൂട്ടൺ. അപ്പോൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ് ആൻഡ് യു വിൽ ഗെറ്റ് സിഗ്മ സെഡ് ഇസ് ഇക്വൽ ടു 0.0142. ഇത് ഒരൊറ്റ ലോഡ് കാരണമുള്ളതാണ്. നമുക്ക് 2 ലോഡ് ഉണ്ട് അല്ലേ? ഇപ്പോൾ 2 ലോഡ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇൻറ്റു 2 ചെയ്യണം. ഇപ്പോൾ 0.0284 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് 4 ഫീൽഡ് കോമ്പാക്ഷൻ മെത്തേഡ്സ്. ഫീൽഡ് കോമ്പാക്ഷൻ മെത്തേഡ്സ് നമുക്ക് പല രീതിയിലും ചെയ്യാം. ഒന്ന് ടാമ്പേഴ്സ് വെച്ച്, ടാമ്പർ എന്ന് പറഞ്ഞാൽ ഫിഗർ ഹാൻഡ് ഓപ്പറേറ്റഡ് ആണ്. ഒരു 3 to 5 kg ഉണ്ടാവുള്ളൂ. നമ്മൾ ജസ്റ്റ് ടാമ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ഒരു 30 സെൻറ്റിമീറ്റർ എബോവിലേക്ക് ലിഫ്റ്റ് ചെയ്തിട്ട് അതിനെ ഡ്രോപ്പ് ചെയ്യുക. അപ്പോൾ സോയിലൊന്ന് കോമ്പാക്റ്റ് ആവും. ഇതിന് മെക്കാനിക്കൽ റാമേഴ്സും ഒരു 1000 കിലോഗ്രാം വരെയുള്ള സോയിലിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനെയാണ് ടാമ്പിംഗ് എന്ന് പറയാം. നെക്സ്റ്റ് ആണ് റോളേഴ്സ്. റോളേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. റോഡ് പണിയൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നതാണ് സ്മൂത്ത് വീൽ റോളർ. ഇത് ജനറലി 2 വീൽസ് ആണ് ഉണ്ടാവുക. ഇതൊരു ഡ്രം ഷേപ്പിലുള്ളൊരു വീലായിരിക്കും. അത് 3 to 6 km/h ചെറിയ സ്പീഡിലാണ് മൂവ് ചെയ്യുക. കാരണം ഇതിൻ്റെ എയിം തന്നെ സോയിലിനെ കോമ്പാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഡീപ്പ് ലെയേഴ്സിലേക്ക് കോമ്പാക്റ്റ് ചെയ്യാൻ ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ റോഡ് പോലെ ചെറിയ തിക്നെസ്സിലൊക്കെ കോമ്പാക്റ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റാണ്. ആൻഡ് ഇറ്റ് ഈസ് യൂസ് ഫോർ ഫിനിഷിംഗ് ഓപ്പറേഷൻസ് ഓഫ് ദ പേയ്മെൻറ്റ് വർക്ക്. ഇത് ഗ്രാനുലാർ, അതായത് നല്ല വോയിഡ്സുള്ള ഗ്രാനുലാർ ബേസ് ഉള്ള സ്ഥലം നമുക്ക് കോമ്പാക്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ലതാണ് സ്മൂത്ത് വീൽ റോളർ. അടുത്തത് ന്യൂമാറ്റിക് ആണ്. ന്യൂമാറ്റിക് എന്ന് പറയുമ്പോൾ റബ്ബർ ടയർഡ് റോളേഴ്സ് ആണ്. ദേ കൺസിസ്റ്റ് ഓഫ് ഹെവിലി ലോഡഡ് വാഗൺ വിത്ത് സെവറൽ റോസ് ഓഫ് ക്ലോസ്ലി സ്പേസ്ഡ് ടയേഴ്സ്. കുറേ ടയേഴ്സ് ഉണ്ടാവും. ഈ ടയേഴ്സ് നമ്മളിങ്ങനെ സ്മൂത്ത് വീലിലാണെങ്കിൽ ഒരു ഈക്വലായിട്ട് കോമ്പാക്റ്റ് ചെയ്യുക. ഇതാണെങ്കിൽ ഡിഫറെൻറ്റ് പ്രഷറായിട്ടായിരിക്കും കൊടുക്കുന്നത്. ഒരു 9 to 11 വീൽസ് വരെ ഉണ്ടാവാറുണ്ട്, 2 ആക്സിലായിട്ട് ഉണ്ടാവാറുണ്ട്. ദീസ് റോളേഴ്സ് കോമ്പാക്ട് സോയിൽ ബൈ നീഡിങ് ആക്ഷൻ. നമ്മളൊരു നീഡ് ഒരു സൂചി വെച്ച് കുത്തുന്ന പോലെ അതുപോലത്തെ ഒരു എഫക്റ്റ് ആയിരിക്കും ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. കൊഹിഷൻ ലെസ് സോയിലിൽ, അതായത് നമ്മുടെ സാൻഡൊക്കെ കോമ്പാക്റ്റ് ചെയ്യാൻ കോസീവ് സോയിലിലും ഒക്കെ ഇത് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വണ് ഷീപ്പ് ഫുഡ് റോളർ. ഇയാൾ മെയിനായിട്ട് കോസീവ് സോയിൽ, ക്ലേ പോലത്തെ സോയിലിലൊക്കെ കോമ്പാക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. ഇതിന് ഒരു ഇംപ്രഷൻ വരും ഇത് കോമ്പാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഷീപ്പിൻ്റെ ഫൂട്ട് പോലെ. അതുകൊണ്ടാണ് ഇതിനെ ഷീപ്പ് ഫുഡ് റോളർ എന്ന് വിളിക്കുന്നത്. പിന്നെ വൈബ്രേറ്ററി റോളർ. വൈബ്രേറ്ററി റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു വൈബ്രേഷൻ കൊടുത്തുകൊണ്ട് കോമ്പാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വൈബ്രേറ്റർ ഇസ് മൗണ്ടഡ് ഓൺ എ ഡ്രം ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് വൈബ്രേറ്ററി റോളർ. ഇറ്റ് ഈസ് അവൈലബിൾ ന്യൂമാറ്റിക് ആയിട്ടുള്ളതുണ്ട്, സ്മൂത്ത് വീലുണ്ട്. അപ്പോൾ ഇതിലൊരു വൈബ്രേഷൻ എഫക്റ്റ് കൊടുത്തിട്ടാണ് നമ്മളിതിനെ സോയിലിൽ കോമ്പാക്റ്റ് ചെയ്യുന്നത്. പിന്നെ വൈബ്രേറ്ററി കോമ്പാക്റ്റേഴ്സ് ആർ കോമ്പാക്റ്റഡ് എക്യുപ്മെൻറ്റ് ദാറ്റ് യൂസ് മെക്കാനിക്കൽ വൈബ്രേഷൻ ടു റീഅറേഞ്ച് സോയിൽ പാർട്ടിക്കിൾ ഇൻ ടു എ ഡെൻസർ കോൺഫിഗറേഷൻ. പിന്നെ ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് OMC എന്താ, MDD എന്താ. OMC എന്ന് പറഞ്ഞാൽ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റ്. അതായത് മോയ്സ്ചർ ഏറ്റവും മാക്സിമം ഡ്രൈ ഡെൻസിറ്റി കിട്ടുന്ന മോയ്സ്ചർ കണ്ടൻറ്റാണ് ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റ്. ഇനി മാക്സിമം ഡ്രൈ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റിൽ കിട്ടുന്ന മാക്സിമം ഡ്രൈ ഡെൻസിറ്റി, സോയിലിൻ്റെ ഡെൻസിറ്റി ഹയ്യസ്റ്റ് ആവുന്ന പോയിൻ്റാണ് മാക്സിമം ഡ്രൈ ഡെൻസിറ്റി. അപ്പോൾ നമ്മളൊരു സോയിൽ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളം ആഡ് ചെയ്യാൻ, ഡ്രൈ സോയിലാണെന്ന് വിചാരിക്കാം. അതിനകത്ത് നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് കോമ്പാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സോയിലിനെ നന്നായിട്ട് നമുക്ക് കോമ്പാക്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ. ഇങ്ങനെ നമ്മൾ വെള്ളം വീണ്ടും കൂട്ടി കൊടുത്ത് കോമ്പാക്റ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാം. നമ്മൾ നെക്സ്റ്റ് അക്കാഡമിക് ഇയറിൽ G ലാബിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ സോയിൽ കൂടുതൽ പെട്ടെന്ന് തന്നെ കോമ്പാക്റ്റഡ് ആവും. പക്ഷേ ഒരു പെർട്ടിക്കുലർ പോയിൻറ്റിൽ വാട്ടർ കൂടിക്കഴിഞ്ഞാൽ പിന്നെ അതൊരു ചളിപിളിയായി, മീൻസ് ഒരു ലിക്വിഡ് ഫോർമാറ്റിലേക്ക് മാറി. അപ്പോൾ ഈ ഒരു മാക്സിമം നമുക്ക് ഡെൻസിഫൈ ചെയ്യാൻ പറ്റുന്ന വാട്ടർ കണ്ടൻറ്റിനെ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റ്. അപ്പോൾ ഈ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റിൽ നമ്മൾ കോമ്പാക്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഹയ്യസ്റ്റ് ഡ്രൈ ഡെൻസിറ്റീനെയാണ് വിളിക്കുന്ന പേരാണ് മാക്സിമം ഡ്രൈ ഡെൻസിറ്റി. ഇനി പാർട്ട് ബി മൊഡ്യൂൾ 4, ലാസ്റ്റ് മൊഡ്യൂളാണ്. ഇതിനകത്ത് പ്രീ കൺസോൾട്ടേഷൻ പ്രഷർ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്രീ കൺസോൾട്ടേഷൻ പ്രഷർ കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഗ്രാഫാണ് വോയിഡ് റേഷ്യോ വേഴ്സസ്
ലോഗ് സിഗ്മ ബാർ. ഇത് കൺസോളിഡേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, കൺസോളിഡേറ്റ് ചെയ്യുന്ന സമയത്ത് എഫക്റ്റീവ് സ്ട്രെസ് കൂടിക്കൊണ്ടിരിക്കും, വോയിഡ് റേഷ്യോ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഈ പ്രീ കൺസോളിഡേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ സോയിലിൻ്റെ ലൈഫിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ ആ സോയിൽ അനുഭവിച്ച മാക്സിമം സ്ട്രെസ് എത്രയാണെന്ന് ഉള്ളതിനെയാണ് പ്രീ കൺസോളിഡേഷൻ പ്രഷർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ മാക്സിമം സ്ട്രെസ് എക്സ്പീരിയൻസ് ബൈ എ സോയിൽ ഇൻ ഇറ്റ്സ് ലൈഫ് ഹിസ്റ്ററി. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ ഈ ഒരു ഗ്രാഫ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആദ്യം ഈ ഗ്രാഫിൽ നമ്മൾ ABCD എന്നുള്ളതാണ് നമ്മുടെ ഗ്രാഫ്. ഈ ഗ്രാഫിൽ ഒരു പോയിന്റിൽ ഇതിൻ്റെ സ്റ്റെപ്സ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ആദ്യം ഡിറ്റർമിൻ ദ പീക്ക് ഓഫ് ദ കർവ്. ഇവിടെ എന്നുള്ള പീക്ക് നമ്മൾ ഈ ഒരു ഗ്രാഫിൽ പീക്ക് കണ്ടുപിടിക്കാം. എന്നിട്ട് ഇവിടെ നമ്മളൊരു ടാൻജൻറ്റ് വരയ്ക്കാം. ഇതാണ് EF എന്നുള്ളതാണ് നമ്മുടെ ടാൻജൻറ്റ്. അതുപോലെ AEന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഹൊറിസോണ്ടൽ വരയ്ക്കാം. ഈ ഹൊറിസോണ്ടലിൻ്റെയും ടാൻജൻ്റെയും ഇടയിലുള്ള ആംഗിളിനെ നമ്മൾ ഈക്വലായിട്ടൊന്ന് ബൈസെക്റ്റ് ചെയ്യാം. അതായത് ഇവിടെ ഇത്രയാണ് ആംഗിൾ. ഞാനൊരു എക്സാമ്പിൾ പറയുവാണ്. ആംഗിൾ 30 ഡിഗ്രിയാണ് നിങ്ങൾക്ക് കിട്ടിയത് എങ്കിൽ 15 ഡിഗ്രിയിൽ നിങ്ങളൊരു ലൈൻ വരയ്ക്കുക, അല്ലെങ്കിൽ ആംഗിൾ ബൈസെക്ടർ വരയ്ക്കുക. ഇവിടെ PH ആണ് ആംഗിൾ ബൈസെക്ടർ. അപ്പോൾ ഈ ആംഗിൾ ബൈസെക്ടറും നമ്മുടെ ഈ ആംഗിൾ ബൈസെക്ടറിന് ഈ ഒരു പോയിന്റിലേക്ക് ഈ CD എന്നുള്ള പോയിന്റ് നമ്മൾ നേരെ എക്സ്റ്റെൻഡ് ചെയ്യുക. ഇങ്ങോട്ട് നമ്മളൊന്ന് സ്ട്രെയിറ്റ് ലൈൻ ആക്കിയിട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ആംഗിൾ ബൈസെക്ടറും ഈ CD എന്നുള്ള പോയിൻറ്റും കൂടെ ബൈസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് ഉണ്ടല്ലോ, ആ പോയിൻറ്റിൽ നമ്മൾ നേരെ താഴേക്കൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ലൈന് തരുന്ന ലോഗ് സിഗ്മ ബാർ, ഈ ലോഗ് സിഗ്മ ബാറിൻ്റെ വാല്യൂവിൽ സിഗ്മ ബാർ ആയിരിക്കും ഈ സോയിൽ അതിൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത മാക്സിമം പ്രഷർ. അപ്പോൾ ലോഗ് സിഗ്മ ബാർ ചെയ്താൽ യു വിൽ ഗെറ്റ് സിഗ്മ ബാർ ഓഫ് ദ സോയിൽ. ഈ സിഗ്മ ബാർ ആണ് പ്രീ കൺസോളിഡേഷൻ പ്രഷർ. ഓക്കെ, നെക്സ്റ്റ് അതിൻ്റെ ഒരു ട്രയാക്ഷ്യൽ ടെസ്റ്റിൻ്റെ ഒരു പ്രോബ്ലം ആണ്. കൺഫൈനിങ് പ്രഷർ 100 kN/m² ആണ്. ഡീവിയേറ്റഡ് സ്ട്രെസ് തന്നിട്ടുണ്ട്. ആൻഡ് അസ്യൂം ദ ടെസ്റ്റ് ഈസ് എ CD എന്ന് പറഞ്ഞാൽ കൺസോളിഡേറ്റഡ് ഡ്രെയിൻഡ് ടെസ്റ്റ്. 2 സ്റ്റേജിൽ നമ്മൾ ഡ്രെയിനേജ് അലൗഡ് ചെയ്തിട്ടുള്ള ടെസ്റ്റാണ്. ഫെയിലിയർ എൻവലപ്പ് പാസസ് ത്രൂ ദ ഒറിജിൻ. അപ്പോൾ ഫെയിലിയർ എൻവലപ്പ് ഒറിജിനിലൂടെ പാസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം? കൊഹിഷൻ 0 ആണ് അല്ലേ, കൊഹിഷൻ 0 ആണ്. ഫെയിലിയർ എൻവലപ്പ് Y ആക്സിസിൽ മുട്ടുന്ന പോയിൻ്റാണ് കൊഹിഷൻ. അപ്പോൾ ഇവിടെ പാസസ് ത്രൂ ദ ഒറിജിൻ മീൻസ് C0. അപ്പോൾ ഇത് കൊഹിഷൻലെസ് സോയിലിൻ്റെ കേസാണ്. ഫൈൻഡ് ദ ഷിയർ പാരാമീറ്റർ ആൻഡ് ദ ഇൻക്ലിനേഷൻ ഓഫ് ദ ഫെയിലിയർ പ്ലെയിൻ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പ്രിൻസിപ്പൽ സ്ട്രെസ് കണ്ടുപിടിക്കണം. പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം സ്ട്രെസ്, ഷിയർ സ്ട്രെസ് σ1 = σ3 പ്ലസ് ചേഞ്ച് ഇൻ σ1 മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്സും മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സും തമ്മിലുള്ള ഡിഫറൻസ്. ഇതിനെയാണ് നമ്മൾ σ1 മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറയാം. അപ്പോൾ σ3 പ്ലസ് ഡീവിയേറ്റഡ് സ്ട്രെസ് നമുക്കിവിടെ തന്നിട്ടുണ്ട് 50 ആണെന്ന്. σ1 മൈനസ് σ3 50 ആണ് തന്നിട്ടുണ്ട് ഡീവിയേറ്റഡ് സ്ട്രെസ്. പിന്നെ കൺഫൈനിങ് പ്രഷർ, അതായത് മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് 100. അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് കിട്ടും. മോർ കൂളംസ് ഡയഗ്രാം നമ്മൾ ഓർക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ σ1, ഇതാണ് നമ്മുടെ σ3. അപ്പോൾ σ1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ σ3 പ്ലസ് σ1 മൈനസ് σ3 ആണ് അല്ലേ. അപ്പോൾ ഡീവിയേറ്റഡ് സ്ട്രെസ്സും മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്സും കിട്ടിയാൽ നിങ്ങൾക്ക് മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് കാണാൻ പറ്റും. മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സും മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്സും അറിയാമെങ്കിൽ നമ്മുടെ മോർ കൂളം റിലേഷൻഷിപ്പിൽ σ1/σ3 = 1 + sin⁵/1 - sin⁵ എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ σ1ഉം σ3 വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് 1 + sin⁵/1 - sin⁵ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് 0.5 = 2.5 sin⁵. ഇതിൽ നിന്ന് sin⁵ = 0.5/2.5 ഓർ 0.2 എന്ന് കിട്ടി. അപ്പോൾ sin⁵ നിന്ന് ഫൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. φ ഈസ് 11.5 ഡിഗ്രി. അപ്പോൾ φ കിട്ടിക്കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ കണ്ടുപിടിക്കാൻ ഇക്വേഷനാണ് θ = 45 + 5/2. അപ്പോൾ 45 + 11.5/2 ചെയ്യുക. θ യു വിൽ ഗെറ്റ് 50. അപ്പോൾ കൊഹിഷൻലെസ് സോയിൽ ആയതുകൊണ്ട് C0 ആണ്.
തീറ്റ 50 ആണ്. സോ യു ഗെറ്റ് ദ ഷിയർ പാരാമീറ്റർ. ഷിയർ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊഹിഷനും ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷനുമാണ്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഈ ഡിഫറൻസ് ബിറ്റ്വീൻ കൺസോളിഡേഷൻ ആൻഡ് കോമ്പാക്ഷൻ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്, ക്വസ്റ്റ്യൻ ആണ്. കോമ്പാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ വോളിയം റിഡക്ഷൻ ഇൻ വോളിയം ഡ്യൂ ടു എക്സ്പെൽഷൻ ഓഫ് എയർ, വെറസ് കൺസോളിഡേഷൻ ഇസ് റിഡക്ഷൻ ഇൻ വോളിയം ഡ്യൂ ടു എക്സ്പെൽഷൻ ഓഫ് വാട്ടർ ഫ്രം ദ വോയിഡ്സ്. കോമ്പാക്ഷൻ മെക്കാനിക്കൽ മീൻസിൽ റാപ്പിഡായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കൺസോളിഡേഷൻ ആണെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് എ ലോങ് ടൈം. കോമ്പാക്ഷൻ നമുക്ക് ഡെൻസിറ്റി കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. കൺസോളിഡേഷൻ നാച്ചുറൽ പ്രോസസ്സാണ്. മെയിനായിട്ടും കൺസോളിഡേഷൻ നാച്ചുറലി ഒക്കർ ചെയ്യുന്നതാണ്. ഇനി കോമ്പാക്ഷൻ വളരെ പെട്ടെന്ന് ചെയ്യും, ക്വിക്ക് പ്രോസസ്സാണ്. കൺസോളിഡേഷൻ വിൽ ടേക്ക് എ ലോങ് ടൈം. സോ ഇറ്റ്സ് എ വെരി സ്ലോ പ്രോസസ്സ്. കോമ്പാക്ഷൻ ചെയ്യാൻ നമുക്ക് ഫുള്ളി സാച്ചുറേറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. പക്ഷേ കൺസോളിഡേഷൻ ഒക്കർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എയർ ഒക്കെ എസ്കേപ്പ് ചെയ്ത് വാട്ടർ മാത്രം വാട്ടറിൽ ഉണ്ടാകുമ്പോഴാണ് വാട്ടർ എസ്കേപ്പ് ചെയ്യാൻ തുടങ്ങുള്ളൂ. വീണ്ടും പ്രഷർ ആഡ് ചെയ്യുമ്പോൾ വാട്ടർ എസ്കേപ്പ് ആവുള്ളൂ. അതുകൊണ്ട് കൺസോളിഡേഷൻ തുടങ്ങുന്നത് എപ്പോഴും സാച്ചുറേറ്റഡ് സോയിലാണ്. കാരണം എന്താ, സാച്ചുറേറ്റഡ് സോയിൽ ആവുന്നത് വരെ നടക്കുന്ന പ്രോസസ്സ് കോമ്പാക്ഷൻ എന്നാണ് നമ്മൾ വിളിക്കുക. കോമ്പാക്ഷൻ കഴിഞ്ഞ് സോയിലിലുള്ള വാട്ടർ എയറൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടാവുന്ന വാട്ടറിനെ മാത്രം എസ്കേപ്പ് ആവുന്ന പ്രോസസ്സാണ് കൺസോളിഡേഷൻ. ദെർഫോർ ഇറ്റ് ഈസ് എ ഫുള്ളി സാച്ചുറേറ്റഡ് ഡ്യൂറിങ് ദ ടെസ്റ്റ്. ഇതാണ് മെയിനായിട്ടുള്ള 5 ഡിഫറൻസസ്. പിന്നെ ഈ ഫിഗർ മസ്റ്റായിട്ടും വരച്ച് വെക്കണം. ഇനി ഒരു നോർമലി കൺസോളിഡേറ്റഡ് ക്ലേ ലെയർ സബ്ജക്റ്റഡ് ടു ലോഡിംഗ് ഡ്യൂ ടു കൺസ്ട്രക്ഷൻ ഓഫ് എ സ്ട്രക്ചർ. ഇവിടെ കോഎഫിഷ്യന്റ് ഓഫ് കൺസോളിഡേഷൻ തന്നിട്ടുണ്ട്. ഡബിൾ ഡ്രെയിനേജ് കണ്ടീഷനാണെന്ന് പറഞ്ഞു. ടൈം റിക്വയർഡ് ഫോർ 90% കൺസോളിഡേഷൻ ഓഫ് ദ ക്ലേ ലെയറാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ബേസിക്കലി കൺസോളിഡേഷൻ അറിയേണ്ട ഒരു ഇക്വേഷനാണ് ടി വി ഈസ് ഈക്വൽ ടു സി വി ഇൻറ്റു ടി ബൈ ഡി സ്ക്വയർ. ടി വി എന്ന് പറഞ്ഞാൽ ടൈം ഫാക്ടർ. 90% കൺസോളിഡേഷന് ടി വിൻ്റെ വാല്യൂ 0.848 ആണ്. 50% ആണെങ്കിൽ ഇറ്റ് ഇസ് 0.196. ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. 50% കൺസോളിഡേഷൻ ആണെങ്കിൽ 0.196 ആണ് ടി വിൻ്റെ വാല്യൂ. 90% ആണെങ്കിൽ ഇറ്റ് ഇസ് 0.848. ഇനി കോഎഫിഷ്യന്റ് ഓഫ് കൺസോളിഡേഷനും ഡ്രെയിനേജ് പാത്ത് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സോയിൽ എടുത്തിട്ട് ആ സോയിലിൽ 2 സൈഡിലും, ഇപ്പോൾ സോയിൽ പാർട്ടിക്കിൾസാണ് ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, ഇനി എനിക്ക് സോയിൽ പാർട്ടിക്കിളിന് കൺസോളിഡേഷൻ ചെയ്യുമ്പോൾ ഞാൻ താഴെ മാത്രം ഡ്രെയിനേജ് പ്രൊവിഷൻ കൊടുത്തുള്ളൂ എങ്കിൽ ഇതിലെ അവസാനത്തെ വാട്ടർ മോളിക്യൂളും ട്രാവൽ ചെയ്യേണ്ട മാക്സിമം ഡിസ്റ്റൻസ് എത്രയായിരിക്കും? തിക്നെസ് ഓഫ് ദ സോയിലാണ്. ഈ ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് വാട്ടർ മോളിക്യൂൾ ട്രാവൽ ചെയ്യുന്നതിനെയാണ് ഡ്രെയിനേജ് പാത്വേ എന്ന് പറയാം. അപ്പോൾ സിംഗിൾ ഡ്രെയിനേജിൻ്റെ കണ്ടീഷൻ, സിംഗിൾ ഡ്രെയിനേജ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സൈഡിൽ മാത്രം ഡ്രെയിനേജ് കൊടുക്കാം. ആ കണ്ടീഷനിൽ നമ്മുടെ സോയിൽ വാട്ടർ മോളിക്യൂളിൽ ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യേണ്ടത് അതിൻ്റെ തിക്നെസ് ഫുള്ളായിട്ട് ട്രാവൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ഡ്രെയിനേജ് പാത്വേ ഈസ് ഈക്വൽ ടു തിക്നെസ് ഓഫ് ദ സോയിൽ. ഡബിൾ ഡ്രെയിനേജ് ആണ് കണ്ടീഷനെങ്കിൽ സെൻറ്ററിലുള്ള ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് മൂവ് ചെയ്യേണ്ടി വരിക. ഒന്നെങ്കിൽ പകുതി ഇങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ പകുതി മുകളിലോട്ട് പോകണം. ഡബിൾ ഡ്രെയിനേജ് മീൻസ് താഴെയും മേലെയും നമ്മൾ ഡ്രെയിനേജ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡബിൾ ഡ്രെയിനേജ് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിക്നെസ് ഓഫ് ദ സോയിൽ ബൈ 2. തിക്നെസ് 6 മീറ്റർ എന്ന് വന്നു. അതുകൊണ്ട് തിക്നെസ് ബൈ 2 3 മീറ്റർ, അല്ലെങ്കിൽ എല്ലാത്തിനെയും നമ്മൾ സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. ബിക്കോസ് കോഎഫിഷ്യന്റ് ഓഫ് കൺസോളിഡേഷൻ സെൻറ്റിമീറ്റർ സ്ക്വയറിലാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ അതിന് സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടി ഈസ് ഈക്വൽ ടു, അപ്പോൾ നമ്മുടെ ഈ ടീനെ കണ്ടുപിടിക്കാൻ ടി വി സി ഇൻറ്റു ടി ബൈ ഡി സ്ക്വയർ. അപ്പോൾ സ്മോൾ ടി ഈസ് ഈക്വൽ ടു ടി വി ഡി സ്ക്വയർ ബൈ സി വി എന്ന് വരും. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ, യു വിൽ ഗെറ്റ് ദ ആൻസർ ഇൻ സെക്കൻഡ്സ്. 1.908 ഇൻറ്റു 10⁸ സെക്കൻഡ്സ്. ഇതിനെ സെക്കൻഡിന് ഞാൻ ഇയർ ആക്കാൻ പോവാണ്. സെക്കൻഡിന് ഞാൻ മിനിറ്റ് ആക്കാൻ ഡിവൈഡഡ് ബൈ 60, ഹവർ ആക്കാൻ അഗെയിൻ ഡിവൈഡ് ബൈ 60, ഡേയ്സ് ആക്കാൻ 24, ഇയർ ആക്കാൻ ഇൻറ്റു 365 ഡേയ്സ്. സോ ഇറ്റ്സ് കമ്മിങ് അറൗണ്ട് 6.05 ഇയേഴ്സ്. ഇത്രയും ഇയേഴ്സ് എടുത്താലേ അത് 90% എങ്കിലും കൺസോളിഡേറ്റ് ആകുള്ളൂ. Next question. In a triaxial compression test, major principal stress, minor principal stress are given. Cohesion of the soil is given. Using Moore Coulomb failure criteria, determine the angle of internal friction. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ C പ്ലസ് സിഗ്മ ടാൻ ഫൈ ആണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ, അല്ലെങ്കിൽ C+σ ടാൻ തീറ്റ. പക്ഷേ മോർ കൂളം ക്രൈറ്റീരിയയിൽ മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സും മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്സും തമ്മിലൊരു റിലേഷൻ ഉണ്ട്.
ആ റിലേഷനാണ് സിഗ്മ 1 ഈക്വൽ ടു സിഗ്മ 3 ഇൻറ്റു 1 പ്ലസ് സൈൻ 5 ബൈ 1 മൈനസ് സൈൻ 5 പ്ലസ് 2c കോസ് 5 ബൈ 1 മൈനസ് സൈൻ 5. അപ്പോൾ ഇതിനകത്ത് സിഗ്മ 1ഉം സിഗ്മ 3യും തന്നിട്ടുണ്ട്, സിയും തന്നിട്ടുണ്ട്. ജസ്റ്റ് അപ്ലൈ ദ ഇക്വേഷൻ, യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് ഫൈ കണ്ടുപിടിക്കാനാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനൊരു ഇക്വേഷനിലാണ് എത്തിപ്പെടുക ലാസ്റ്റ്. പിന്നെ നമ്മൾ ട്രയൽ ആൻഡ് എറർ വെച്ചിട്ട് കണ്ടുപിടിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആദ്യം ജസ്റ്റ് ഞാനൊരു 30 ഡിഗ്രി ഇട്ട് കൊടുത്തു. അപ്പോൾ 5.88 എന്നാണ് വന്നത്. പക്ഷെ നമുക്ക് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 5 ഉള്ളൂ. അപ്പോൾ ഞാൻ 25 ആക്കി കുറച്ചു. ഇറ്റ് ഈസ് 5.136. 24 ആക്കി, ഇറ്റ് ഈസ് 4.98. അപ്പോൾ ഒരു 25ൻ്റെയും 24ൻ്റെ ഇടയിലാണ്, അല്ലെങ്കിൽ എനിക്ക് ഓൺ അറൗണ്ട് 24 എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ 5 ഈസ് ഈക്വൽ ടു 24 ഡിഗ്രി. ഇതാണ് ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ. ആൻസർ ഇസ് 24. ഇത് ജസ്റ്റ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. So that is all about part B of soil mechanics. So all the best for your examination. Thank you.